ഇന്നത്തെ വീഡിയോ ഞാൻ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടാണ് ചെയ്യുന്നത്. ഇതിലെ കണ്ടന്റ് വന്നിട്ട് നമ്മുടെ ചാനലിലെ ഒരു വ്യൂവർ മിസ്റ്റർ സുദർശനൻ കമന്റ്സിലൂടെ അയച്ച ഒരു പാരഗ്രാഫാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു മിസ്റ്റർ സുദർശനൻ. എല്ലാവർക്കും അത് യൂസ്ഫുൾ ആകും എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ആ പാസേജ് വെച്ച് ഒരു വീഡിയോ ചെയ്യാൻ തീരുമാനിച്ചത്. ഐ ഹോപ്പ് യു ലൈക്ക് ഇറ്റ്. കമന്റ്സിലൂടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. ഓക്കെ, സോ ലെറ്റ്സ് സ്റ്റാർട്ട്. നിങ്ങൾ ആദ്യം ഈ പാസേജ് മുഴുവനായും വായിക്കുക. ഓക്കെ, ഞാൻ ഇതിനെ മൂന്നായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് അതിലടങ്ങിയിട്ടുള്ള സെന്റൻസ് സെപ്പറേറ്റ് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് ഇത് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നത്. ഓക്കെ, അപ്പൊ ആദ്യം പാസേജ് വായിക്കുക, എന്നിട്ട് മറ്റേതിലേക്ക് കണ്ടിന്യൂ ചെയ്യുക. ഓക്കെ. ഇപ്പോൾ നടക്കുന്നതൊന്നും ശുഭസൂചന തരുന്ന കാര്യങ്ങളല്ല. ഇപ്പോൾ നടക്കുന്നതൊന്നും ശുഭസൂചന തരുന്ന കാര്യങ്ങളല്ല. Nothing that is happening now is giving any auspicious indication. Nothing that's happening now. ഇപ്പോൾ നടക്കുന്ന യാതൊന്നും is giving any auspicious indication. Indication എന്ന് പറഞ്ഞാൽ സൂചന. Auspicious എന്ന് പറഞ്ഞാൽ ശുഭമായ. അപ്പോൾ അതിന്റെ സ്പെല്ലിങ്ങും പ്രൊനൗൺസിയേഷനും ശ്രദ്ധിക്കുക. Auspicious അല്ലാണ്ട് auspicious എന്ന് പറയരുത്. Auspicious. നത്തിങ് എന്ന് പറഞ്ഞാൽ യാതൊന്നും. ദാറ്റ് ഈസ് ഹാപ്പനിങ് നൗ. ഇപ്പോൾ നടക്കുന്നതായ. ഹാപ്പനിങ് നടക്കുന്നതായ. ഓസ്പിഷ്യസ് ശുഭമായ. ഇൻഡിക്കേഷൻ സൂചന. ഇത് പാർട്ടിയെ ദുർബലപ്പെടുത്താനേ ഉപകരിക്കൂ. ഇത് പാർട്ടിയെ ദുർബലപ്പെടുത്താനേ ഉപകരിക്കൂ. ദിസ് വിൽ ഓൺലി ഹെൽപ്പ് ടു വീക്കൻ ദ പാർട്ടി. ദിസ് വിൽ ഓൺലി ഹെൽപ്പ് ടു വീക്കൻ. വീക്കൻ എന്ന് പറഞ്ഞാൽ ദുർബലപ്പെടുത്തുക. ഹെൽപ്പ് ടു വീക്കൻ ദ പാർട്ടി എന്ന് വെച്ചാൽ പാർട്ടിയെ ദുർബലപ്പെടുത്താനേ ഇത് ഹെൽപ്പ് ചെയ്യുള്ളൂ, അതായത് ഉപകരിക്കുള്ളൂ. എല്ലാവരെയും കൂട്ടിയിണക്കി പാർട്ടിയെ ശക്തിപ്പെടുത്തി മുന്നോട്ടു പോകാൻ കഴിവില്ലാത്തവർ സ്വയം മാറി നിൽക്കണം. എല്ലാവരെയും കൂട്ടിയിണക്കി പാർട്ടിയെ ശക്തിപ്പെടുത്തി മുന്നോട്ടു പോകാൻ കഴിവില്ലാത്തവർ സ്വയം മാറി നിൽക്കണം. Persons who are incapable of bringing everyone together to strengthen the party and take it forward should step aside themselves. ഇത് ഞാൻ കുറച്ച് സ്പീഡിൽ വായിക്കാം. Persons who are incapable of bringing everyone together to strengthen the party and take it forward should step aside themselves. ഇവിടെ നമ്മൾ ആദ്യം ചില മീനിങ്സ് മനസ്സിലാക്കുക. Incapable. Capable എന്ന് പറഞ്ഞാൽ കഴിവില്ലാത്ത. Incapable ഒരു കാര്യം ചെയ്യാൻ കഴിവില്ലാത്തത്. അപ്പോൾ ഇവിടെ എന്താ പറയുന്നത്? ഇൻകേപ്പബിൾ ഓഫ് ബ്രിങ്ങിങ് എവ്രി വൺ ടുഗെദർ. ബ്രിങ്ങിങ് എവ്രി വൺ ടുഗെദർ എന്ന് പറഞ്ഞാൽ എല്ലാവരെയും കൂട്ടിക്കൊണ്ട് യോജിച്ച് പോവാൻ, അല്ലെങ്കിൽ കൂട്ടിയിണക്കി കൊണ്ടുപോകാൻ. അപ്പോൾ എല്ലാവരെയും കൂട്ടിയിണക്കാൻ ഇൻകേപ്പബിൾ ആയിട്ടുള്ള, കഴിവില്ലാത്തവരായിട്ടുള്ള പേഴ്സൺസ്, ആളുകൾ, അവർ സ്വയം മാറി നിൽക്കണം. സ്വയം മാറി നിൽക്കണം. അപ്പോൾ മാറി നിൽക്കുക എന്നതിനെ സ്റ്റെപ്പ് അസൈഡ് എന്നാണ് പറയുക. അപ്പോൾ അവർ സ്വയം, themselves, അവർ തന്നെ സ്റ്റെപ്പ് അസൈഡ് ചെയ്യണം. അവർ തന്നെ മാറി നിൽക്കണം. അവർക്ക് എല്ലാവരെയും കൂട്ടി യോജിക്കാൻ അല്ലെങ്കിൽ കൂട്ടിയിണക്കാൻ സാധിക്കുന്നില്ല. ടു സ്ട്രെങ്തൻ ദ പാർട്ടി. നേരത്തെ നമ്മൾ വീക്കൻ ദ പാർട്ടി എന്നാണ് പറഞ്ഞത്. ഇവിടെ പറയുന്നത് അതിന്റെ ഓപ്പോസിറ്റ് ആണ്. സ്ട്രെങ്തൻ ദ പാർട്ടി. പാർട്ടിയെ കൂടുതൽ ശക്തിപ്പെടുത്താനും ടേക്ക് ഇറ്റ് ഫോർവേഡ്, മുന്നോട്ട് നയിക്കാനും ഇൻകേപ്പബിൾ ആയിട്ടുള്ള പേഴ്സൺസ് ഷുഡ് സ്റ്റെപ്പ് അസൈഡ്, മാറി നിൽക്കണം. themselves, സ്വയം അല്ലെങ്കിൽ സ്വമേധയാ. സ്വാർത്ഥ താല്പര്യത്തിനു വേണ്ടി പാർട്ടിയെ ബലി കൊടുക്കരുത്. സ്വാർത്ഥ താല്പര്യത്തിനു വേണ്ടി പാർട്ടിയെ ബലി കൊടുക്കരുത്. Don't sacrifice the party for the sake of self-interest. Don't sacrifice the party. Sacrifice എന്ന് പറഞ്ഞാൽ ബലി കൊടുക്കുക അഥവാ ബലി എന്നർത്ഥമാണ്. അപ്പോൾ sacrifice the party എന്ന് പറഞ്ഞാൽ പാർട്ടിയെ ബലി കൊടുക്കുക. For the sake of എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് വേണ്ടി അല്ലെങ്കിൽ ഒന്നിനു വേണ്ടി. അപ്പോൾ ഇവിടെ എന്തിനു വേണ്ടിയിട്ടാണ്? സെൽഫ് ഇൻട്രസ്റ്റ്. സ്വാർത്ഥ താല്പര്യത്തിനു വേണ്ടി. For the sake of self-interest, don't sacrifice the party. മറ്റു സംസ്ഥാനങ്ങളെ കണ്ടുപഠിക്കൂ. ഉദാഹരണത്തിന് തമിഴ്നാടിനെ കണ്ടുപഠിക്കുക.
മറ്റ് സംസ്ഥാനങ്ങളെ കണ്ടുപഠിക്കൂ. ഉദാഹരണത്തിന് തമിഴ്നാടിനെ കണ്ടുപഠിക്ക്. Look at other states and learn. For example, watch and learn Tamil Nadu. Look at other states and learn. മറ്റ് സ്റ്റേറ്റുകളെ മറ്റ് സംസ്ഥാനങ്ങളെ കണ്ട് ലേൺ ചെയ്യൂ, പഠിക്കൂ. ഫോർ എക്സാമ്പിൾ, ഉദാഹരണത്തിന് വാച്ച് ആൻഡ് ലേൺ ഫ്രം തമിഴ്നാടു. തമിഴ്നാടിനെ നോക്കി കണ്ടുപഠിക്കൂ എന്നാണ് ഇവിടെ പറയുന്നത്. ഈ സെന്റൻസിൽ ഞാൻ ലുക്ക് ഉപയോഗിച്ചിട്ടുണ്ട്, വാച്ച് ഉപയോഗിച്ചിട്ടുണ്ട്. രണ്ടും ഏതാണ്ട് ഒരു അർത്ഥമാണ്, അതായത് നോക്കി പഠിക്കുക അല്ലെങ്കിൽ കണ്ടുപഠിക്കുക. ഇവിടെ ഞാൻ ഫോക്കസ് ചെയ്യുന്നത് നമ്മൾ കറക്റ്റായിട്ടുള്ള മലയാളം വാക്കിന്റെ അതേ ട്രാൻസ്ലേഷനെക്കാട്ടിയും ഉപരി മലയാളത്തിൽ പറഞ്ഞതിനോട് സാമ്യമുള്ള വേർഡ്സ് ഇംഗ്ലീഷിൽ ഉപയോഗിച്ച് അതിന്റെ മീനിങ് കറക്റ്റായി കൺവേ ചെയ്യാനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ. ഓക്കെ, കേരളത്തിൽ മാത്രമാണ് തമ്മിൽ തല്ലും പാരവെപ്പും. സോറി, ഇത് ഞാൻ പറയുന്നതല്ല, ഈ പാസേജിൽ ഉള്ളതാണ്. കേരളത്തിൽ മാത്രമാണ് തമ്മിൽ തല്ലും പാരവെപ്പും. It's only in Kerala there is infighting and double crossing. It's only in Kerala. കേരളത്തിൽ മാത്രമാണ് there is infighting. Infighting പറഞ്ഞാൽ തമ്മിൽ തല്ലുക, infighting. And ഡബിൾ ക്രോസിംഗ്. ഡബിൾ ക്രോസിംഗ് എന്ന് പറഞ്ഞാൽ പാരവെക്ക, കുതികാൽ വെട്ടുക എന്ന മീനിങ് ആണ്. ഓക്കെ, ഒരാൾ നമ്മളെ ഡബിൾ ക്രോസ് ചെയ്തു എന്ന് പറഞ്ഞാൽ അയാൾ നമ്മളെ കബളിപ്പിച്ചു, അല്ലെങ്കിൽ എന്താ പറയുക, പാരവെച്ചു, അല്ലെങ്കിൽ ചീറ്റ് ചെയ്തു എന്ന മീനിങ് ആണ്. ഇത് തുടർന്നാൽ ഒരു ശുദ്ധി കലശം ആവശ്യമാകും അല്ലെങ്കിൽ വേണ്ടിവരും. ഇത് തുടർന്നാൽ, അതായത് ഈ സ്ഥിതി തുടർന്നാൽ ഒരു ശുദ്ധി കലശം ആവശ്യമാകും. If this continues, we would require a complete cleanup. If this continues, അതായത് this എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ സ്ഥിതി വിശേഷം കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ, we would require, നമുക്ക് ആവശ്യമാകും, a complete cleanup. Cleanup എന്ന് പറഞ്ഞാൽ മുഴുവനും തുടച്ച് വൃത്തിയാക്കൽ. അപ്പോൾ കംപ്ലീറ്റ്, ഫുൾ ആയിട്ടുള്ള ഒരു ക്ലീനപ്പ്. അതിന് കേന്ദ്രം തയ്യാറാകണം. ഫോർ ദാറ്റ് ദ സെന്റർ ഷുഡ് ഗെറ്റ് റെഡി. ഫോർ ദാറ്റ്, അതിന് ദ സെന്റർ, കേന്ദ്രം, തയ്യാറാകണം. ഷുഡ് ഗെറ്റ് റെഡി. ഗെറ്റ് റെഡി എന്ന് പറഞ്ഞാൽ തയ്യാറാകുക. ഓക്കെ, സോ ഫോർ ദാറ്റ് ദ സെന്റർ ഷുഡ് ഗെറ്റ് റെഡി. അല്പം കൂടി കാത്തിരിക്കാം. അല്പം കൂടി കാത്തിരിക്കാം. ലെറ്റ്സ് വെയിറ്റ് ഫോർ സം മോർ ടൈം. ലെറ്റ്സ് വെയിറ്റ് ഫോർ സം മോർ ടൈം. കുറച്ചുകൂടെ സമയം നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ്. ലെസൺ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.